നമ്മളിൽ ചിലരും അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഞാൻ നല്ല വഴിയിലല്ലേ നടക്കണത്, പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റുമോ? ഒരാൾ ഒരു ഉദാഹരണം പറയാം. ഒരാൾ എല്ലാ ദിവസവും രാത്രി ഉറക്കൊഴിച്ച് തന്നെ നടക്കുന്നത്, നല്ല കാര്യത്തിനാന്ന് തന്നെ കരുതിക്കോ. ഇയാൾക്ക് രോഗം ഉണ്ടാകാതിരിക്കൂല. ഇയാൾ പറയാണ്, ഞാൻ നല്ല കാര്യത്തിനല്ലേ പോണത്, എനിക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഉറങ്ങുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യതയാണ്, ആവശ്യമാണ്. ഉറങ്ങണം. ലാ തുൽഖി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളെ സ്വയം നാശത്തിലേക്ക് വലിച്ചെറിയരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മൾ നമ്മുടെ ശരീരത്തെ സ്വയം നശിപ്പിക്കരുത്. നമ്മൾ നമ്മെ കുറിച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചക തിരുമേനി ഈ ആളോട് പറഞ്ഞു കൊടുത്ത ഉപദേശം മുസ്ലിങ്ങൾക്കുള്ള ഒന്നാന്തരം ഉപദേശമാണ്. റസൂൽ പറഞ്ഞു, ആദ്യം പോയിട്ട് ഒട്ടകത്തെ കെട്ട്, എന്നിട്ട് പോയിട്ട് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ഒട്ടകത്തെ കാക്കാൻ ദ്വാരിക്കുമെന്ന് പറഞ്ഞു. അതാ റസൂലിന്റെ വഴി. ആദ്യം ഒട്ടകത്തെ കെട്ടണം. ഞാൻ നിസ്കരിക്കാൻ പോയല്ലേ, എൻ്റെ ഒട്ടകത്തെ പടച്ചോൻ കാത്തോളം എന്ന് പറഞ്ഞ ഏർപ്പാട് ഇസ്ലാമിലില്ല. ഒട്ടകത്തെ കെട്ടണം. ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന് നമ്മൾ ചെയ്യാതെ പടച്ചോന്റെ വിധി. ഒരാൾ 4 പെണ്ണിട്ടി 4 പെണ്ണുങ്ങളെയും വഴിയാധാരാക്കി മൊഴി ചൊല്ലി തലാക്കല്ലിട്ട് പാവപ്പെട്ട 4 പെണ്ണുങ്ങളെ കഷ്ടപ്പെടുത്താണ്. ഇജിന്ത് എങ്ങനെ ചെയ്ത്? പടച്ചവന്റെ വിധി. നല്ല എളുപ്പമാണല്ലോ. 4 പെൺകുട്ടികളെ ജീവിതം ഇവൻ തുലച്ചു. 4 പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തിയിട്ട് പറയാണ് പടച്ചവനാ ചെയ്തത്, ഞാനല്ല. ഈ ഏർപ്പാട് ഇസ്ലാമിന് അന്യമാണ്. മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ഉത്തരവാദി അവൻ തന്നെയാണ്. പക്ഷെ ഖദറും തഖ്ദീറും ഉണ്ട്, അത് വേറെ വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ബദറിന്റെ യുദ്ധക്കളത്തിൽ ദുആ ചെയ്തു. അതുകൊണ്ട് ദുആ സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം ഈ 3 ആളുകൾ യുദ്ധക്കളത്തിലേക്ക് വന്ന സമയത്തും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ഉത്ബത്തിനെയും ഷൈബത്തിനെയും വലീദിനെയും നേരിടാൻ 3 പേര് അൻസാറുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അൻസാറുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഖുറൈശുകാരന്റെ തറവാടിത്തം അങ്ങുണർന്നു. ഖുറൈശി വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ ഖുറൈശി തറവാട്ടിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങടാ. അൻസാരിയോ, നീ ആര് ഞങ്ങളോട് നോക്കാൻ? ഖുറൈശികൾ തറവാടിത്തത്തിന്റെ ആളുകളായിരുന്നു. അതിനെ തകർക്കാനാ അള്ളാന്റെ റസൂലി പാടുപെട്ടത്. ഇസ്ലാമിന്റെ അനുയായികൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയണത്. ഇസ്ലാമിൽ കുടുംബ മഹിമയും തറവാടിത്തുല്ല. അതിനെ തകർക്കാൻ വന്ന പ്രവാചകനാകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. നിങ്ങൾക്കിടയിൽ ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുലങ്ങളും ഗോത്രങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. കുടുംബത്തിന്റെ പേരിലും തറവാടിന്റെ പേരിലും മേനി നടിക്കാനല്ല. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ, നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന തഖ്വയുള്ള മുത്തഖീങ്ങളായ ആളുകളാണ് എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ലോകത്തറിയിച്ചു. ഖുറൈശികൾക്ക് അപ്പോഴും തറവാടാണ്. അൻസാരി ആരാടാ ഞങ്ങളോട് നോക്കാൻ? പോ. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഖുറൈശി കുടുംബത്തിൽപ്പെട്ട വലിയ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ മുഹമ്മദിന്റെ കൂടെ? ഉണ്ടെങ്കിൽ ഇറങ്ങടാ എന്ന് പറയുന്നു. ഉടൻ തന്നെ അൻസാരികളായ സഹോദരന്മാര് തിരിച്ചു പോകുന്നു. സാക്ഷാൽ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട 3 വില്ലാളി വീരന്മാർ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ഒന്ന് ഫാത്തിമാന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി, ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇമാം. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തി പറഞ്ഞ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഒരാൾ മുമ്പോട്ട് വന്നു. 2ാമത്തെ ആൾ ഇസ്ലാമിന്റെ രക്തസാക്ഷികളുടെ നേതാവെന്ന് സയ്യിദുശ് ശുഹദാ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരൻ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു സാക്ഷാൽ ഖുറൈശി കുടുംബത്തിൽപ്പെട്ടയാളാണ്. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സിവദെ മാറടാ. ആറ്റൽ നബി മഹ്മൂദർ ഹൗദീന്ന് വെള്ളം കുടിക്കുന്നോനാരടാ. മഹ്മൂദിന്റെ ഹൗലാണ് ഈ ഹൗദ്, അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നോനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാന്റെ ഹൗദിന് കാവൽ നിന്ന റസൂലിന്റെ എളാപ്പയാണ് ഹംസത്ത് റളിയല്ലാഹു അൻഹു. ആ ഹംസത്ത് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. 3ാമത്തെ ആള് ഉബൈദ റളിയല്ലാഹു അൻഹു. അതിൽ ഉബൈദ ഉത്ബത്തിനെ നേരിടാൻ പോവുകയാണ്. ഹംസത്ത് ഷൈബത്തിനെ നേരിടാൻ പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു
ഷൈബത്തിനെ നേരിടാൻ പോവുകയാണ്. വലീദിനെ മറ്റേ സഹാബിയും നേരിടാൻ പോവുകയാണ്. മൂന്നാളുകളും തമ്മിൽ വമ്പിച്ച മൽപ്പിടുത്തം തുടങ്ങാനിരിക്കുകയാണ്. കാലം കാതോർത്ത് പോവുകയാണ്. തൗഹീദ് നിലനിൽക്കണോ ശിർക്ക് ജയിക്കണോ എന്ന് തീർച്ചപ്പെടുത്താൻ പോവുകയാണ്. മുഹമ്മദിന്റെ സന്ദേശം അബൂജഹലിന്റെ സന്ദേശവുമായി മാറ്റുരക്കപ്പെടുകയാണ്. 313 ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കാൻ കഴിയുമോ എന്ന് ലോകമുറ്റു നോക്കുകയാണ്. ബദറിലേക്ക് 313 പ്രകാശഗോളങ്ങൾ. ആ പ്രകാശഗോളങ്ങളെ നയിക്കാൻ ലോകത്തിന്റെ അമ്പിളി തിങ്കൾ കല ചന്ദ്രബിംബം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ടിരിക്കെ ഈ മൂന്നാളുകൾ യുദ്ധക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് പടവെട്ടുകയാണ്. അവർക്കിടയിലുള്ള മൽപ്പിടുത്തം ജോറായി. അലി റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയെ തോൽപ്പിച്ചുവെന്ന് മാത്രമല്ല, തന്റെ അരയിൽ നിന്ന് വാൾ ഊരിയെടുത്തുകൊണ്ട്, യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ബദറിൽ നിന്ന് നമുക്ക് ഇന്നും മാതൃക ഉൾക്കൊള്ളാനുണ്ട്. ബദർ ആൺകുട്ടികളുടെ ചരിത്രമാണ്, ബദർ വീരന്മാരുടെ ചരിത്രമാണ്, ബദർ ശൂരന്മാരുടെ ചരിത്രമാണ്, ബദർ പോരാളികളുടെ ചരിത്രമാണ്, ബദർ വിപ്ലവകാരികളുടെ ചരിത്രമാണ്, ബദർ നായകന്മാരുടെ ചരിത്രമാണ്, ബദർ ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ്, ബദർ അടിക്കുന്നവരുടെ ചരിത്രമാണ്, ബദർ കൊല്ലുന്നവരുടെ ചരിത്രമാണ്, ബദർ ചോര നന്മയ്ക്ക് വേണ്ടി ചോര ചിന്തുന്നവരുടെ ചരിത്രമാണ്, ബദർ നന്മയ്ക്ക് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ്, ബദർ നന്മയുടെ പ്രഭവ കേന്ദ്രമാണ്, ബദർ തിന്മയുടെ തകർക്കലിന്റെ കേന്ദ്രമാണ്, ബദർ വെളിച്ചത്തിന്റെ പ്രളയമാണ്, ബദർ ചൈതന്യത്തിന്റെ പ്രകർഷമാണ്, ബദർ നീതിയുടെ കേന്ദ്രമാണ്, ബദർ അനീതിയുടെ കണ്ട കോടാലിയാണ്, ബദർ ക്രമത്തിന്റെ നാദമാണ്, ബദർ അക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ്, ബദർ അരാജകത്വത്തിന്റെ എതിർപ്പാണ്, ബദർ മുഴുവനായ നീതിയുടെയും സത്യത്തിന്റെയും ആഹ്വാനമാണ്. ആ ആഹ്വാനം മുഴക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ 3 വില്ലാളി വീരന്മാർ ശത്രുക്കളുടെ മുശ്രിക്കിന്റെ 3 അധർമ്മത്തിന്റെ കോടാലികളുമായി ഏറ്റുമുട്ടുന്നു. അലി റളിയല്ലാഹു അൻഹു തന്റെ ആയുധം ഊരിയെടുക്കുന്നു. ഒറ്റവെട്ടുകൊണ്ട് തന്റെ എതിരാളിയെ തകർത്തി. അലിയാണ് ഏറ്റവും വലിയ യുവാവെന്ന് അറബികൾക്കിടയിലെ പഴമൊഴി അലി റളിയല്ലാഹു അൻഹു സാർത്ഥകമാക്കുകയാണ്. ലാ ഫതൻ ഇല്ലാ അലി, അലിയെ കൂടാതെ ഒരു യുവാവില്ല. വലാ സൈഫ ഇല്ലാ ദുൽഫുഖാർ അല്ലാതെ ഒരു വാളില്ല എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു. അലിയാണ് ധീരൻ, അലിയുടെ വാളാണ് യഥാർത്ഥ വാള്. അത് ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു വെട്ടുവെട്ടേണ്ട താമസം അതാ കിടക്കുന്നു. ശത്രുവിന്റെ ശരീരം കഷ്ണം കഷ്ണമായി കിടക്കുന്നു. തൊട്ടുപിറകെ അതാ ഹംസത്ത് റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് ജയിച്ച് തിരിച്ചു വരുന്നു. പക്ഷേ മഹാനായ സയ്യിദുനാ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയുമായി പടവെട്ടി വമ്പിച്ച മത്സരത്തിൽ കടന്നു പുളയുകയാണ്. ഉബൈദ റളിയല്ലാഹു അൻഹുവിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം 3 മഹാന്മാര് പോർക്കളത്തിലിറങ്ങി. 2 ആള് ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരാള് ശത്രുവിന്റെ വെട്ടുകൊള്ളേണ്ട അവസ്ഥയിൽ കിടക്കുന്നു. അതാ അലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി വാളുമായി ചെന്നുകൊണ്ട് ഉബൈദിനെ സഹായിച്ചുകൊണ്ട് എതിരാളിയെ വെട്ടുന്നു. ആ സമയത്തേക്ക് ഉബൈദ റളിയല്ലാഹു അൻഹു മുറിവേറ്റുവെങ്കിലും എതിരാളി വധിക്കപ്പെടുകയാണ്. ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ 2 കൈകളെ കൊണ്ട് താങ്ങിയെടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവും ഹംസത്ത് റളിയല്ലാഹു അൻഹുവും അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഉബൈദ റളിയല്ലാഹു അൻഹു ഷഹീദായി. ഈ ലോകത്ത് നിന്ന് ബദറിന്റെ മരുഭൂമിയിൽ നിന്ന് സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് പറന്നുപോയി. യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടു. അവസാനം അബൂജഹൽ വരെ കൊല ചെയ്യപ്പെട്ടു. മലക്കുകൾ ആകാശത്ത് നിന്നിറങ്ങി. മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത്, മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് അതാ അബൂജഹൽ കൊല ചെയ്യപ്പെടുകയാണ്. ഏറ്റവും വലിയ എതിരാളിയായ അബൂജഹൽ കൊല ചെയ്യപ്പെട്ടതിന്റെ പിറകിൽ മലക്കുകളുടെ കൈയുണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രം പറയുകയാണ്. അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ അബൂജഹലിന്റെ കഴുത്ത് മുഴുവൻ കരിവാളിച്ച്, സാധാരണ വാളുകൊണ്ട് വെട്ടേറ്റ പോലെയല്ല, ഒരസാധാരണമായ ആക്രമമുണ്ടായ പോലെ, എന്തോ ഒരു കരിവാളിച്ച പോലെ ഒരു കറുത്തിരുണ്ട രൂപമായി അബൂജഹലിന്റെ കഴുത്തിന്റെയും തലയുടെയും ഭാഗം മാറിപ്പോയിരുന്നുവെന്നും ഇടിവെട്ടുന്ന മലക്കായ മീകായിൽ അലൈഹിസ്സലാമിന്റെ വെട്ടുകൊണ്ടാണ് അബൂജഹൽ വീണുപോയത് എന്നും മഹാന്മാരായ ആരിഫീങ്ങളും ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ്. മലായിക്കത്ത് ചിറകുകൾ പറത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ദേശത്തെ സഹായിക്കാൻ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ റമദാൻ 17. ആ റമദാൻ 17 അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട്
കൊണ്ട് മലായികത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമയുടെ തിരുസന്ദേശത്തെ സഹായിച്ചു. അബൂജഹൽ മരിച്ചുപോയി. ഖുറൈശി തലവന്മാരായ ഉത്ബത്ത് പോയി, ഷൈബത്ത് പോയി. അവരുടെ കൂട്ടത്തിലെ പ്രമുഖന്മാർ പലരും നഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സഹാബത്ത് ചുറ്റും വലയം നിന്നിരിക്കുകയാണ്. ഒരു സഹാബി എഴുതി വെച്ചിരിക്കുകയാണ് ബദർ യുദ്ധത്തിൻ്റെ ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുകയാണ്, 2 സഹോദരന്മാർ പതുങ്ങിയും പൊളുങ്ങിയും മെല്ലെ മെല്ലെ ഒതുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഒരാൾ വന്നുകൊണ്ട് എൻ്റെ വലത്തെ ചെകിടിൽ മന്ത്രിച്ചു, എവിടെയാണ് അബൂജഹൽ, എവിടെയാണ് അബൂജഹൽ? മറ്റേ സഹോദരൻ ഈ സഹോദരൻ്റെ ജ്യേഷ്ഠനാണ്. ആ കുട്ടി വന്നുകൊണ്ട് ഇടത്തെ കാതിൽ ചോദിച്ചു, അബൂജഹൽ എവിടെ? എന്തിനാണ് നിങ്ങൾ അബൂജഹലിനെ ഇത്ര തിരക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ, അവനെ നശിപ്പിച്ചിട്ടേ അന്ത്യമുള്ളൂ, അവനെ കൊല്ലണമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ 2 കുട്ടികളും നെട്ടോട്ടമോടുകയാണ്. അബൂജഹൽ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുകയാണ്. ബദറിൽ ഇസ്ലാമിൻ്റെ പ്രവാചകൻ വിജയക്കൊടി നാട്ടുകയാണ്. അതോടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അധ്യായം അവസാനിക്കുകയാണ്. ആ കൊല ചെയ്യപ്പെട്ട ഖുറൈശി പ്രമുഖന്മാരുടെ പ്രമാണിമാരുടെ ജഡങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടാൻ അല്ലാഹുവിൻ്റെ റസൂൽ കൽപ്പന പുറപ്പെടുവിക്കുന്നു. യുദ്ധം കഴിഞ്ഞു കിടക്കുന്ന ശവപ്പറമ്പിലേക്ക്, യുദ്ധമൈതാനിയിലേക്ക് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ഗുരു സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു ചെല്ലുകയാണ്. റസൂൽ കൈവീശി നടന്നു ചെന്നുകൊണ്ട് ഖുറൈശികൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ ശവക്കുഴിയുടെ അടുത്തുപോയി നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കണം സഹോദരന്മാരെ. അതാ കിടക്കുന്നു അബൂജഹൽ. എവിടെടാ മുഹമ്മദ്? മുഹമ്മദിന്റെ തലയെടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ അബൂജഹൽ, അതിന് നേതൃത്വം കൊടുത്ത ഉത്ബത്ത്, ഷൈബത്ത്, അവരൊക്കെ അതാ ചത്ത് ചടഞ്ഞു കിടക്കുകയാണ്. അവരുടെ ശവശരീരങ്ങൾ ദുർഗന്ധം വമിക്കാൻ പോകുന്ന സമയത്ത് റസൂൽ അടുത്ത് ചെന്നുകൊണ്ട് വമ്പിച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്, ഏ ഹിഷാമിന്റെ മകനായ അബൂജഹൽ, ഏ റബിയയുടെ മക്കളായ ഉത്ബത്തെ, ഷൈബത്തെ, ഏ ഹിഷാമിന്റെ മകനായ അബൂജഹൽ, ഏ റബിയയുടെ മക്കളായ ഉത്ബത്തെ, ഷൈബത്തെ, എന്റെ റബ്ബ് എന്നോട് ചെയ്ത കരാർ അവൻ പാലിച്ചിരിക്കുന്നു. അവൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലയോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്. അതെന്നെ പരലോകം. മരിച്ചാൽ പരലോകം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് റസൂൽ കിടക്കുന്ന ശവശരീരങ്ങളോട് ചോദിക്കണം. നമ്മുടെ വിഷയത്തിൽ ബദറുണ്ടെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ്. ഒക്കെ ബോധ്യപ്പെട്ടില്ലേ? മരണമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരലോകമുണ്ട്, ബോധ്യപ്പെട്ടില്ലേ? എന്നോട് ചെയ്ത കരാർ അവൻ പാലിച്ചിരിക്കുന്നു, നിങ്ങളോടവൻ പറഞ്ഞതും സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? കൂടെയുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും സംശയക്കാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല റസൂലേ, ഇപ്പം ഈ പറഞ്ഞത് കേൾക്കും അവർ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞില്ലേ യുക്തിമാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു സംശയാലുവാണ്. ആ സംശയമൊക്കെ ഖൈറുവാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓരോ സംശയവും ഇസ്ലാമിന് 1000 നന്മ പ്രദാനം ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങൾ എങ്ങനെ ഇത് കേൾക്കാൻ? ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ മറുപടി പറയുകയാണ്, ഉമറേ, ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന നിങ്ങളെങ്ങനെ കേട്ടുവോ അതിനേക്കാൾ വ്യക്തമായി ഇവർ കേട്ടുകഴിഞ്ഞിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞതായി ബദറിന്റെ ചരിത്രത്തിൽ കാണുന്നു. ആ സംഭവം നടന്ന പരിശുദ്ധമായ രാത്രി, റമദാനിന്റെ 17 എന്ന രാത്രി, പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം അതോടുകൂടി അറബികൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മദീനയിലേക്ക് റസൂൽ മടങ്ങി വരികയാണ്. മടങ്ങി വന്ന റസൂലിൻ്റെ യുദ്ധവിജയത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ അൻസാറുകളുടെ വീടുകളിലേക്ക് സഹാബികൾ ചെല്ലുകയാണ്. അബൂജഹൽ കൊല്ലപ്പെട്ടിരിക്കുന്നു, ശത്രുപ്രമുഖന്മാർ തകർന്നു പോയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ വിജയിച്ചിരിക്കുന്നു, 313 ജയിച്ചു വന്നിരിക്കുകയാണ്. ആ സന്ദേശം അൻസാറുകൾ ചെന്ന് അൻസാറുകളുടെ വീടുകളിൽ പോയി അറിയിച്ചു കൊണ്ടിരിക്കവേ മക്കത്ത് വിലാപമാണ്. അബൂജഹലിനെ കൊന്നവന് നേരെ, അബൂജഹലിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാതെ എന്റെ തലയിൽ ഒരിറ്റ് വെള്ളം ഞാൻ നാളെ മുതൽ തൊടുകയില്ല എന്ന് അബൂ സുഫിയാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്റെ നേതാവായ അബൂജഹൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അബൂജഹലിനെ കൊന്നവരോട് പകരം ചോദിക്കാതെ അബൂ സുഫിയാൻ കുളിക്കില്ല.
എന്ന് അബൂ സുഫിയാൻ പ്രതിജ്ഞ ചെയ്ത യുദ്ധമാണ് ബദറിന്റെ യുദ്ധം. അത്ര വലിയ പ്രതികാര അഗ്നി അറബികൾക്കിടയിൽ, ഖുറൈശികൾക്കിടയിൽ ഈ ബദർ യുദ്ധമുണ്ടാക്കി. കാരണം അപമാനമുണ്ടാക്കി. വലിയ വലിയ നേതാക്കന്മാര് കൊല ചെയ്യപ്പെട്ടു പോയി. ഇസ്ലാമിന്റെ വിജയക്കൊടി ലോകത്ത് പിന്നെയും പറക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ യുദ്ധത്തിലും വിജയിച്ചു. തൊട്ട് പിറകെ നടന്ന യുദ്ധങ്ങളിലും വിജയിച്ചു. ഉഹുദിന്റെ പരീക്ഷണത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തിന് ഏറ്റവും വലിയ നന്മ പ്രദാനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ബദർ, പരിശുദ്ധമായ റമദാനിന്റെ 17 ബദർ ദിനം, പരിശുദ്ധ പ്രവാചക തിരുമേനി നിങ്ങളുടെ കൽവിൽ ഇപ്പോൾ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബദറിനെ കുറിച്ച് പറയപ്പെട്ട ഈ സദസ്സിൽ നിങ്ങളുടെ കൽബിൽ ഇപ്പോൾ വേറെ ഒരു രൂപമില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഒരേ ഒരു രൂപം, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി മുഹമ്മദുൻ സിനതു ദുനിയാ വ ബഹ്ജതുഹാ മുഹമ്മദുൻ കാശിഫുൽ ഗുമ്മാതി വല്ലുലമി. സകലമാന ഇരുട്ടും നീക്കിക്കളയുന്ന ദീപമാണ് മുഹമ്മദ്. ഈ ലോകത്തിന്റെ അലങ്കാരമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുഹമ്മദിനെ ഓർക്കൽ നമ്മുടെ റൂഹുകൾക്ക്, നമ്മുടെ ശരീരങ്ങൾക്കൊരു അതിൻ്റെ റൂഹ് പോലെയാണ്. മുഹമ്മദിനെ ഓർത്തില്ലെങ്കിൽ നമുക്ക് ജീവനില്ല. മുഹമ്മദിന്റെ ഓർമ്മയാണ് നമ്മുടെ ജീവൻ. മുഹമ്മദിനോട് നന്ദി കാണിക്കലാകട്ടെ സമൂഹങ്ങൾക്ക് മേൽ ബാധ്യതയാണ് എന്ന് ഇമാം ബൂസീരി പറയുകയാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ആ റസൂലിന്റെ രൂപം നിങ്ങളുടെ കൽബുകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് പരിശുദ്ധമായ റമദാൻ 17 ഈ രാത്രിയിൽ. എങ്കിൽ റസൂലിനെ വിചാരിച്ചിട്ട് ഈ മസ്ജിദിന്റെ വിഷയത്തിൽ നിങ്ങൾ പങ്കുകൊള്ള. ഇനി അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. ആ മഹാനുഭാവനാണ് മുജദ്ദിദ് അൽ ഫുതാനി. ഇന്ത്യ ചരിത്രത്തിൽ മുജദ്ദിദ് ഒരു വലിയ അധ്യായമാണ്. അതെങ്ങനെയെന്നറിയോ? അക്ബർ ചക്രവർത്തി, മുഗൾ ചക്രവർത്തി ഒരു മതമുണ്ടാക്കിയിരുന്നു, ദീനെ ഇലാഹി, അഗ്നികുണ്ഡത്തെ പൂജിക്കുന്ന മതം. കഅബക്ക് നേരെ കാല് വെച്ചിട്ട് കടന്നുറങ്ങുന്ന അക്ബറിന്റെ മതം. ഈ ദീനിനെതിരെ ഒരു പുതിയ മതമുണ്ടാക്കിയ ആളായിരുന്നു അക്ബർ ചക്രവർത്തി. ആ അക്ബർ ചക്രവർത്തി ഒരു ആചാരം പോലും കൊണ്ടുവന്നിരുന്നു. രാജാവിനെ കാണാൻ വരുന്നവർ കൊട്ടാരത്തിൽ സുജൂദ് ചെയ്യണം. സജദെ തഅസീം എന്നായിരുന്നു ആ സുജൂദിന്റെ പേര്. രാജാവിനെ കാണാൻ വരുന്നവർ സുജൂദ് ചെയ്യണം. ചക്രവർത്തിയെ കാണാൻ, മുഖം കാണിക്കാൻ വരുന്നവർ ആദ്യം സുജൂദിൽ വീഴണം. എല്ലാവരും അങ്ങനെ സുജൂദിൽ വീണിരുന്നു. പക്ഷേ അന്ന് ചില ആളുകൾ അതിനു വേണ്ടി ഫത്വ പോലും കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. ഫത്വക്ക് പിന്നെ കുറവില്ലല്ലോ. സുജൂദ് ചെയ്യണതിന് വിരോധമില്ല, പക്ഷെ ചെയ്യുമ്പോ പടച്ചോന്റെ മുമ്പിലാന്ന് കരുതിയാ മതി എന്നായിരുന്നു ഫത്വ. രാജാവിന്റെ മുമ്പിലാണെങ്കിലും പടച്ചോന്റെ മുമ്പിലാന്ന് കരുതിയാ സുജൂദിന് തരക്കേടില്ല എന്ന് പറയപ്പെട്ട കാലത്ത് അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റാർക്ക് മുമ്പിലും എന്റെ ശിരസ് ഞാൻ കുനിക്കില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ ധീര പോരാളിയായിരുന്നു മുജദ്ദിദ് അൽ ഫുതാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. യൂറോപ്യന്മാർ പോലും മുജദ്ദിദിനെ കുറിച്ച് പഠിച്ചിട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തത്വചിന്തയെപ്പറ്റി. അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു അനുഗ്രഹം നൽകുകയാണെങ്കിൽ ഇതുപോലെ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ട് മണിക്കൂറുകൾ വെച്ചിട്ട് സംസാരിക്കേണ്ട വിഷയമാണ് മുജദ്ദിദ് സർഹിന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പഞ്ചാബിലെ സർഹിന്ദിലാണ് അവർ ജീവിച്ചിരുന്നത്. ഡൽഹിയുമായിട്ട് അവർക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജദ്ദിദിന്റെ ആശയങ്ങളും ഗ്രന്ഥങ്ങളും മലയാളികൾക്ക് പരിചയപ്പെടുത്താനുള്ള ചില സംരംഭങ്ങൾ കേരളക്കരയിൽ ഏതാനും കാലം മുമ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണങ്ങളും സഹായങ്ങളും ആ വിഷയത്തിൽ ഉണ്ടാവണം. ഇസ്ലാമികമായ കാര്യങ്ങളിൽ, വിജ്ഞാനങ്ങളിൽ, വിശ്വാസപരവും അനുഷ്ഠാനപരവുമായ കാര്യങ്ങളിൽ നേർക്ക് നേരെയുള്ള വീക്ഷണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനന്തരാവകാശി എന്ന് പറയപ്പെടാവുന്ന മുജദ്ദിദ് അൽ ഫുതാനി പുലർത്തിയിട്ടുള്ളത്. എന്റെ സമുദായത്തിൽ ഇങ്ങനെ ഒരാൾ ജനിക്കുമെന്ന് റസൂല് പോലും പ്രവചിച്ചിരുന്നു. അതിലേറെ ആ മഹാന്റെ മഹത്വത്തിന് തെളിവായിട്ട് എന്ത് വേണം? സയകൂനു ഫീ ഉമ്മത്തി റജുലുൻ യുഖാലു ലഹു സിലഹ് യദ്ഖുലുൽ ജന്നത ബിശഫാഅതിഹി കദാ വകദാ എന്ന് മുജദ്ദിദിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പ്രവചനം നടത്തി. ജഹാംഗീർ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് മുജദ്ദിദിനെ കൊണ്ടുവന്നു. ആ ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുജദ്ദിദിന്റെ പേരിലുള്ള മസ്ജിദിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സഹോദരങ്ങൾക്ക് മുമ്പിൽ ഇരക്കുന്നത്. മസ്ജിദിന് വേണ്ടി
ജഹാംഗീർ ചക്രവർത്തി അക്ബറിന്റെ മകനായിരുന്നു. രാജാവിനെ കാണാൻ വരുന്നവർ സുജൂദ് ചെയ്യണമെന്ന ആചാരം നിലനിൽക്കുന്ന സമയത്ത് ജഹാംഗീർ സിംഹാസനത്തിലിരിക്കുകയാണ്. സുജൂദ് ചെയ്യാത്ത ഒരു അഹമ്മദ് എവിടെയോ ഉണ്ട് എന്ന് വിവരം കേട്ടു. ജഹാംഗീർ പറഞ്ഞു, അവനെ വിളിപ്പിക്കൂ. ജഹാംഗീറിന്റെ ആത്മകഥയുണ്ട്, ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കും. ജഹാംഗീർ സ്വന്തം ജീവിതം ആത്മകഥയായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അടക്കം ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ജഹാംഗീർ വിളിപ്പിച്ചു. ഷെയ്ഖ് അഹമ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ കൊണ്ടുവന്നു. കൊട്ടാരത്തിലേക്ക് അല്ലാഹുവിന്റെ വലിയനെ കൊണ്ടുവരുമ്പോൾ സുന്ദരിമാര് വെഞ്ചാമരം വീശിക്കൊടുക്കുകയാണ് മുഗള ചക്രവർത്തിക്ക്. അംഗരക്ഷകന്മാർ ചുറ്റുവട്ടത്തിരിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കി, സുജൂദിൽ വീഴുന്നുണ്ടോ മുജദ്ദിദ് അൽ ഫഥാനി? സുജൂദ് ചെയ്യേണ്ട സ്ഥലമെത്തി. രാജാവിന്റെ മുമ്പാകെ സുജൂദിൽ ഇപ്പൊ വീഴേണ്ട സമയമാണ്. ആ സ്ഥലത്തെത്തി. പണ്ഡിതന്മാര് പോലും ഉണ്ടായിരുന്നു ആ സഭയിൽ എന്ന് പറയപ്പെടുന്നു. സുജൂദിനെ ന്യായീകരിച്ച പണ്ഡിതന്മാർ. അവർക്കിടയിലേക്ക് അല്ലാഹുവിന്റെ വലിയ തന്റെ രൂക്ഷമായ നോട്ടം നോക്കിക്കൊണ്ട് കടന്നുപോയി. സുജൂദിൽ വീഴേണ്ട സ്ഥലത്തെത്തിയപ്പോൾ കുനിക്കേണ്ട തല ജഹാംഗീർ പ്രഭൃതികളുടെ മുമ്പിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വലിയ എഴുന്നേറ്റ് നിന്നു. ചുറ്റും കൂടി നിന്ന ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, സുജൂദ് ചെയ്യുക. ഇരിക്കുന്നത് ബാദ്ഷാ ജഹാംഗീർ ചക്രവർത്തിയാണ്. രാജാവിന്റെ മുമ്പാകെ സുജൂദ് ചെയ്യണം. അതൊരു മര്യാദയാണ്, ഇവിടുത്തെ ആചാരമാണ്, അത് ചെയ്യണം. പക്ഷേ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. റസൂല് പോലും പ്രവചനം നടത്തി. അത് പ്രകാരം ജന്മം പൂണ്ട മുജദ്ദിദ് അൽ ഫഥാനി പറഞ്ഞു, മനസ്സില്ല, എന്റെ ശിരസ് അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം കുനിക്കാനുള്ളതാണ്. റബ്ബിന്റെ മുമ്പിലല്ലാതെ അഹമ്മദിന്റെ തല മറ്റാർക്ക് മുമ്പിലും ഞാൻ കുനിക്കില്ല എന്ന് പറയലും ജഹാംഗീർ പറഞ്ഞു, ഇവനെ ജയിലിൽ കൊണ്ടുപോയി അടക്ക്. അങ്ങനെയാണ് ഗാളിയോർ ജയിലിൽ 2 കൊല്ലം മുജദ്ദിദ് അൽ ഫഥാനിയെ ജയിൽ പുള്ളിയായി പാർപ്പിച്ചത്. പ്രശസ്തമായ ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ മാത്യു ആർണോൾഡ് എന്ന യൂറോപ്യൻ ചരിത്രകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്, മുജദ്ദിദിനെ ജയിലിൽ കൊണ്ടുപോയി അടച്ച അന്ന് മുതൽ ജയില് പോലും ഒരു വസന്തത്തിന്റെ കേന്ദ്രമായി. കുറ്റവാളികൾ സത്യവിശ്വാസികളായി, കള്ളന്മാർ ഏറ്റവും വലിയ സാലിഹീങ്ങളായി. അത്ഭുതകരമായ മാറ്റം ജയിൽ പുള്ളികൾക്കിടയിൽ വളരെ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് ഉണ്ടായി എന്ന് പറയുന്ന ആളാരാന്നറിയോ? ലോക ചരിത്രകാരനും ഫിലോസഫിയുടെ അധ്യാപകനുമായിരുന്ന പ്രൊഫസർ മാത്യു ആർണൾഡ്. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം പോലും മുജദ്ദിദിന്റെ ജയിൽ ജീവിതകാലത്തെ സേവനങ്ങളെ അംഗീകരിച്ചു. അവസാനം അള്ളാഹുവിന്റെ റസൂല് തന്നെ പല ആളുകൾക്കും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തത്രേ, എന്റെ പ്രിയപ്പെട്ട അഹമ്മദിനെ ജയിലിൽ വെച്ചിട്ടുള്ള കാലത്തോളം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കില്ല. അങ്ങനെ ജഹാംഗീർ ചക്രവർത്തി ഇതൊരുപാട് മുസീബത്തുകളിലേക്കുള്ള തുടക്കമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മുജദ്ദിദിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. മുജദ്ദിദ് നിരവധി കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മുജദ്ദിദിന്റെ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ ഈ മേശപ്പുറത്തിരിക്കുന്ന മക്തൂബാത്ത് റബ്ബാനി എന്ന കിതാബ്. ഇസ്ലാമിനെ കുറിച്ച് വളരെ മനോഹരമായ ശൈലിയിൽ നമുക്ക് പറഞ്ഞു തരുന്ന സയ്യിദുനാ മുജദ്ദിദ് അൽ ഫഥാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് യൂറോപ്യൻ ലോകത്ത് വരെ അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗ്രീക്ക് തത്വചിന്തയെ വെല്ലുവിളിച്ച പൗരസ്ത്യ ലോകത്തെ മഹാപണ്ഡിതൻ എന്ന ബഹുമതി അദ്ദേഹത്തിനുള്ളതാണ്. മനുഷ്യന്റെ യുക്തി കൊണ്ട് എല്ലാം കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് യൂറോപ്പിൽ ആദ്യം പറഞ്ഞ ആൾ ഇമ്മാനുവൽ കാന്റാണ്. യുക്തി കൊണ്ടെല്ലാം കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് കാന്റ് പറഞ്ഞു. കാന്റ് അത് പറയുന്നതിന് 2 നൂറ്റാണ്ട് കാലം മുമ്പ് ഇന്ത്യയിൽ നിന്ന് അള്ളാഹുവിന്റെ ഈ വലിയ വിളിച്ചു പറഞ്ഞു, യുക്തി കൊണ്ടെല്ലാം കണ്ടെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് കാന്റ് പറഞ്ഞ സത്യം, കാന്റ് പറയും മുമ്പ് പറഞ്ഞ ബഹുമതി എന്ന നിലയിൽ കൂടി തത്വചിന്തയുടെ അധ്യാപകന്മാരും വിദ്യാർത്ഥികളും മുജദ്ദിദ് അൽ ഫഥാനിയെ ബഹുമാനിക്കുന്നു. പക്ഷേ നമുക്ക് അദ്ദേഹം അള്ളാഹുവിന്റെ വലിയാണ്, ആരിഫാണ്, മുജദ്ദിദാണ്, ഇസ്ലാമിന്റെ നവോത്ഥാന നായകനാണ്. ആ മഹാനുഭാവന്റെ പേരിൽ കേരളത്തിൽ മറ്റൊരു മസ്ജിദില്ല ഈ മസ്ജിദ് അല്ലാതെ. കേരളത്തിന് പുറത്തുണ്ട്, അറബ് നാട്ടിലൊക്കെ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. ഇന്ത്യയിലും മറ്റൊരുപാട് രാഷ്ട്രങ്ങളിലും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലും പ്രസിദ്ധനാണ്. നമ്മുടെ കേരളക്കരക്ക് ഉറുദുവുമായുള്ള ബന്ധം കുറഞ്ഞു പോയത് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ അറിയപ്പെടാതെ പോയത്. അതിന് ഉത്തരവാദികൾ നിങ്ങളും ഞാനും ഒക്കെ തന്നെയാണ്. ധാരാളം ഔലിയാക്കൾ ഉത്തരേന്ത്യയിലുള്ളവരൊക്കെ ഇവിടെ അറിയപ്പെടാതെ പോയിട്ടുണ്ട്. നിസാമുദ്ദീൻ ഔലിയ. അതിനൊക്കെ കാരണം നമ്മളും അവരും തമ്മിൽ ഭാഷാപരമായ ഒരു ഭിത്തി ഉള്ളത് കൊണ്ടാണ്. ആ ഭിത്തി തകർക്കണം. അതിന് കുറേ ചെറുപ്പക്കാർ ഉറുദു പഠിക്കലും കൂടി ആവശ്യമാണ്. ഉറുദു ഏറ്റവും മധുരമായ ഭാഷയാണ്, പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഷയാണ്. അത് കുട്ടികൾ പഠിക്കാൻ മുന്നോട്ട് വരണമെന്നും കൂടി സാന്ദർഭികമായിട്ട് ഞാനൊരു അഭിപ്രായം ഇവിടെ വെക്കുകയാണ്. ആദ്യമായി നമുക്ക് ലോകാവസാനമാണ് ഇന്ന് പരിശോധിക്കുവാനുള്ള. ലോകത്തിൻ്റെ അവസാനം, അതാണ് ലോകാവസാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വതവേ നിങ്ങൾക്കൊക്കെ അറിയാം, അതൊന്നും ഏറെ വിശദീകരിക്കാൻ മുതിരുന്നില്ല. പക്ഷേ സ്വാഭാവികമായും ഒരു ചോദ്യം ഇവിടെ ഉത്ഭവിക്കുന്നു.
ഈ ഭൂമുഖത്ത് മാത്രമാണോ ജീവനുള്ളത്? ഭൂമിക്ക് പുറത്ത് ആകാശഗോളങ്ങളിൽ എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന ഒരു സംഗതി ആധുനിക ശാസ്ത്രത്തിൽ നിരന്തരമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ഗവേഷണ പരീക്ഷണങ്ങൾക്കും വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന കാര്യം. അത്ഭുതകരമായ ഒരു സംഗതി എനിക്ക് എൻ്റെ സഹോദരങ്ങളെ അറിയിക്കുവാനുള്ളത്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ലോകങ്ങളുടെ റബ്ബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ലോകത്തിന്റെ റബ്ബ് എന്നല്ല. റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാണ് സകല സ്തുതികളും. രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിന്റെ പഠനത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിൽ രസകരമായ ഒരു സംഗതികളിൽപ്പെട്ട ഒരു സംഗതി, അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം പറഞ്ഞുവെത്രേ സഹാബത്തിനോട്, അത്തഹിയാത്തിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് നിങ്ങൾ ഓരോ തവണയും ചൊല്ലുമ്പോൾ സകല ലോകങ്ങളിലും ആകാശങ്ങളിലെ ലോകങ്ങളിലടക്കം പെട്ട നല്ല മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾ സലാം പറയുന്നത് എന്ന്. ഇതൊക്കെ ആധുനിക സയൻസിന്റെ പശ്ചാത്തലത്തിൽ വെച്ചിട്ട് ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാർ ഗവേഷണം നടത്തേണ്ട വിഷയങ്ങളാണ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. ഈ ആധുനിക ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളിലൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി അവ എങ്ങനെ സമരസപ്പെട്ടു പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം, അതിന്റെ ചില നല്ല ലക്ഷണങ്ങൾ ലോകത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ ഈയിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം നിലവിൽ വന്നു. കമ്പ്യൂട്ടർ സ്പീക്സ് ദി മെസ്സേജ് ഓഫ് ഗോഡ് ടു ദി വേൾഡ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. കമ്പ്യൂട്ടർ സ്പീക്സ് ദി മെസ്സേജ് ഓഫ് ഗോഡ് ടു ദി വേൾഡ്. ദൈവത്തിന്റെ സന്ദേശം കമ്പ്യൂട്ടർ ലോകത്തോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ സന്ദേശം കമ്പ്യൂട്ടർ ലോകത്തോട് സംസാരിക്കുന്നു എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഏതാനും മുസ്ലിം ബുദ്ധിജീവികളാണ് ഈ സ്ഥാപനത്തിന് രൂപം നൽകിയത്. അവർ ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും ഈ പറഞ്ഞ പോലെയുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങൾക്ക് മേലും അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് മേലും അള്ളാഹുവിന്റെ രക്ഷ വർഷിക്കപ്പെടുമാറാകട്ടെ എന്ന് അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ നാം ആകാശങ്ങളിലുള്ള നല്ലവർക്ക് വേണ്ടി പോലുമാണ് ആ സലാം ചൊല്ലുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ആകാശങ്ങളിൽ എവിടെയൊക്കെ ജീവികളുണ്ട് എന്നുള്ളതിലേക്കുള്ള റസൂലിന്റെ ഒരു ഒന്നാന്തരം സൂചനയാണത്. ആധുനിക ശാസ്ത്രം പറയുന്നത് വേറെ ഏതൊക്കെയോ ഗോളങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത നിഷേധിച്ചുകൂടാ എന്നാണ്. പഠനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ മാത്രമല്ല, നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ മാത്രം കുറെ ആൾക്കാരും ഇവിടെ മാത്രം മനുഷ്യരുടെ പാർപ്പും എന്നൊക്കെയാണ്. ഇതുപോലൊരു ഭൂമി വേറില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? നമുക്കറിയാതെ അവർ നമ്മെക്കുറിച്ചും അറിയാതെ കഴിയുകയാണെന്ന് പറയാതിരിക്കാനാവുമോ? സാധ്യതയുണ്ട്. ഉറപ്പിച്ചു പറയാൻ നമുക്ക് തെളിവുകളില്ലെങ്കിലും പഠനങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. രസകരമായ മറ്റൊരു സംഗതി നിങ്ങൾ അറിയേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ശിഷ്യനും ഏറ്റവും പ്രധാനികളായ സഹാബികളിൽപ്പെട്ട ഒരാളുമായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ അബ്ബാസിന്റെ മകനാണ് ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നുവത്രേ ഭൂമിക്ക് പുറത്തും മനുഷ്യന്മാർ പാർക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ. എത്ര അത്ഭുതകരമായ അഭിമാനകരമായ കാര്യമാണിത്. 20-ാം നൂറ്റാണ്ടിലെ സയൻസ് പറയുന്ന കാര്യം 14 മുമ്പ് റസൂലുള്ളാഹിന്റെ ഒരു സഹാബി ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാണ് ഈ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉറച്ച വിശ്വാസമായിരുന്നു ഭൂമിക്ക് പുറത്ത് വേറെയും മനുഷ്യന്മാര് പാർക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അവിടെയും അമ്പിയാക്കൾ അയച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസിന്റെ വാദഗതികളാണ്. ഇബ്നു അബ്ബാസ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ആളായിട്ട് പറയരുത്. റസൂലിന്റെ അടുത്ത സഹാബി, റസൂലിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ചയാള്, റസൂലിൽ നിന്ന് നേരിട്ട് ഖുർആൻ വ്യാഖ്യാനം പഠിച്ചാള്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനായിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അവിടങ്ങളിലൊക്കെ മനുഷ്യരുണ്ടാവാം. ഇത്രത്തോളം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു ആദം നബി വേറെ ഉണ്ടാവാം, അവിടെ ഒരു നൂഹ് നബി വേറെ ഉണ്ടാവാം, അവിടെ ഒരു ഇബ്രാഹിം നബി വേറെ ഉണ്ടാകാം. മാത്രമല്ല, നമുക്ക് ഈ ഭൂമി ലോകത്തുള്ള പോലെ ഒരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ ഭൂമിയിൽ ഉണ്ടാകാമെന്ന് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത ശിഷ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്നു. 20-ാം നൂറ്റാണ്ടിലെ സയൻസ് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെയും സ്ഥലങ്ങളിൽ മനുഷ്യന് പാർക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യത്തിലേക്ക്. ഖുർആൻ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേയറ്റം മോഡേൺ ആണ്, അത് പഴഞ്ചനല്ല.
ഏത് പുതിയതുമായും സമരസപ്പെട്ടു പോകാനും യോജിച്ചു പോകാനും കഴിയുന്നതാണിത്. മാത്രവുമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേറെയും വിശ്വാസമുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയുമോ? അവിടെയും ഖുർആൻ അയച്ചിട്ടുണ്ട്. ഇതേ ഖുർആൻ, ഇതേ മാതിരിയുള്ള ഖുർആൻ അങ്ങോട്ടും അയച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇത് ലോകങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഒരു അനുസ്മരണമാണ്. ലോകങ്ങൾക്ക്, ദിക്റുൽ ലിൽ ആലമീൻ. ഈ ഖുർആൻ ലോകങ്ങൾക്കുള്ള ഒരു ദിക്റാണ്, ലോകത്തിനല്ല. നേരത്തെ പറഞ്ഞ മാതിരി എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, റബ്ബുൽ ആലമീനാണ്, ലോകത്തിന്റെ റബ്ബല്ല, ലോകങ്ങളുടെ റബ്ബാണ്. ഖുർആനെ കുറിച്ച് പറഞ്ഞിടത്ത് ലോകങ്ങളുടെ ഗ്രന്ഥം എന്ന് ഖുർആനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ബൽ ഹുവ ഖുർആനും മജീദുൻ ഫീ ലൗഹിൻ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദിലുള്ള ഖുർആൻ മജീദാണത് എന്ന് ഖുർആൻ പറയുന്നു. ലൗഹുൽ മഹ്ഫൂദ് എന്ന പ്രധാനപ്പെട്ട പലക, പ്രധാനപ്പെട്ട ആ രേഖ, അതിനെക്കുറിച്ച് ധാരാളം ഇസ്ലാമിക സാഹിത്യങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളിലും ഖുർആനുണ്ട് എന്ന സിദ്ധാന്തത്തിന് ഉപോത്ബലകമായി വേറെയും തെളിവുകൾ ലഭിച്ചേക്കും. മാത്രവുമല്ല, അവിടങ്ങളിലുള്ള മനുഷ്യരുടെ പെരുമാറ്റം ഇവിടെയുള്ള മനുഷ്യരുടെ അതേ പെരുമാറ്റമാകാനാണ് സാധ്യത എന്ന് പോലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായമുണ്ടായിരുന്നുവത്രേ. അതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ പോകുന്നതായി അല്ലാഹു പറയുന്നു, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹു ആദമിനെ സൃഷ്ടിക്കാൻ പോകുന്ന സമയത്ത് മലക്കുകളെ വിളിച്ചു പറഞ്ഞ സന്ദർഭം, നാം ഭൂലോകത്തേക്കൊരു പ്രതിനിധിയെ നിയോഗിക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ മലക്കുകൾ അതിന് ഉത്തരമായി പറയുകയാണ്, ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ. അല്ലാഹുവേ, നീ കുഴപ്പമുണ്ടാക്കുന്ന, ചോര ചിന്തുന്ന ഒരാളെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നിയോഗിക്കാൻ പോണത്? മനുഷ്യൻ കുഴപ്പമുണ്ടാക്കും, ചോര ചിന്തുമെന്ന് മലക്കിനെ എവിടുന്ന് വിവരം കിട്ടിയെന്നാണ് ചോദ്യം. ആദം നബിനെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യൻ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല, മനുഷ്യൻ ചോര ചിന്താൻ തുടങ്ങിയിട്ടില്ല. ആദം നബിയുടെ സൃഷ്ടിക്ക് ശേഷമാണ് ചോര ചിന്തലും കുഴപ്പമുണ്ടാക്കലും. സൃഷ്ടിക്കാൻ പോകുമ്പോഴേക്ക് മലക്ക് പറയണം, കുഴപ്പമുണ്ടാക്കുന്ന, ചോര ചിന്തുന്ന ഇവനെന്തിനാ സൃഷ്ടിക്കാൻ പോണത്? ഇത് വെച്ചുകൊണ്ട് ചില മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടു, വേറെയും സ്ഥലത്ത് മനുഷ്യർ പാർക്കുന്നുണ്ടാവാം, അവിടുത്തെ മനുഷ്യർ ഇവിടത്തെ പോലെ ചോര ചിന്തിയിട്ടുണ്ടാവാം, അവരവിടെയും കുഴപ്പത്തിന്റെ വിത്ത് വിതച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം, അതിന്റെ അനുഭവജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മലക്കുകൾ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുന്നതിനെ എതിർത്തത്. ആവാം, ആണ് എന്ന് ഉറപ്പിച്ച് പറയല്ല, ആവാം. ഏതായാലും ഈ ചോദ്യം പലരും ഉന്നയിച്ചിട്ടുണ്ട്, എവിടുന്ന് മലക്കിന് ഈ വിവരം കിട്ടിയെന്ന്. കുഴപ്പമുണ്ടാക്കാൻ പോണ മനുഷ്യനെന്തിനാ പടക്കാൻ പോണെന്ന് മലക്ക് ചോദിച്ചു എന്ന് ഖുർആനിലുണ്ട്. ഇത് എവിടുന്ന് മലക്കിന് വിവരം കിട്ടി? രണ്ടർത്ഥത്തിലാവാം. ഒന്ന്, ഈ പറഞ്ഞ മാതിരി വേറെ എവിടെയെങ്കിലും മനുഷ്യ സൃഷ്ടികളുണ്ടായ ഒരു കുഴപ്പമുണ്ടാക്കിയതിൽ നിന്ന് മലക്കുകൾക്കുണ്ടായ അനുഭവജ്ഞാനം. രണ്ടാമതൊരു വഴി, അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മതി മനുഷ്യന്റെ സ്വഭാവം എന്നതാണെന്ന്, അതിനും സാധ്യതയുണ്ട്. ഏതായിരുന്നാലും മറ്റു സ്ഥലത്ത് മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റവും ഇതുപോലെയാണ്. പിന്നെ വേറൊരു സംഗതി, ആ ഭൂമിയിൽ മനുഷ്യജീവികളുള്ള മാതിരി ആകാശത്തുമുള്ള മാതിരി ആകാശത്തിനും ഭൂമിക്കും ഇടയിലും ജീവികളുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. യസ്അലുഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വമാ ബൈനഹുമാ. ആകാശഭൂമികളിലുള്ളവരും അതിൻ്റെ രണ്ടിനും ഇടയിലുള്ളവരും സകല കാര്യങ്ങൾക്കും വേണ്ടി അവനോടാണ് തേട്ടങ്ങൾ തേടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും രണ്ടിൻ്റെയും ഇടയിലുള്ളവരും സകല കാര്യത്തിനും തേട്ടങ്ങൾ തേടുന്നത് അവനോടാണ്. അവ രണ്ടിൻ്റെ ഇടയിൽ ജീവികൾ ഉണ്ടാവാന്നർത്ഥം. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് സയൻസ് എന്ത് പറയുന്നു എന്ന് ആലോചിക്കാം. രണ്ട് പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരാണ് ഈ അടുത്ത കാലത്ത് 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ. ഒന്ന് ഹൊയ്ലെ, ഒന്ന് വിക്രാം സിംഗെ. ഈ രണ്ടാളുകളും ഭൂമിക്ക് പുറത്ത് ജീവികളുണ്ട് എന്ന് സിദ്ധാന്തിച്ചവരാണ്. ഹൊയ്ലെ, ഒന്ന് വിക്രാം സിംഗെ. ഈ രണ്ടുപേരും പറയുന്നത് ഭൂമിയിൽ മാത്രമല്ല ജീവനുള്ളത്, ഭൂമിക്ക് പുറത്തും ജീവനുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി തിളക്കുന്ന വെള്ളം
അല്ലെങ്കിൽ വെള്ളം തിളക്കാൻ ആവശ്യമായ ചൂടുള്ള സ്ഥലത്ത് ജീവിക്കാൻ കഴിയുന്ന ജീവികൾ വരെ പുറത്തുണ്ടെന്നാണ് ഇവരെ സിദ്ധാന്തം. അവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. വെള്ളം തിളക്കാൻ ആവശ്യമായ ചൂടുള്ള ടെമ്പറേച്ചർ, അത്രയും വലിയ ഉഷ്ണമുള്ള കാലാവസ്ഥ, അവിടെ പോലും ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയൻ ജീവികൾ എന്നാണ് അവരതിനെ വിളിക്കുന്നത്, ബാക്ടീരിയൻ ജീവികൾ. ആ ബാക്ടീരിയൻ ജീവികൾ ഭൂമിക്ക് പുറത്ത് ആകാശഗോളങ്ങളിൽ ഉണ്ട് എന്ന് സിദ്ധാന്തിച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഹൊയ്ലെ, ഒന്ന് വിക്രാം സിംഗെ. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ, ഭൂമിക്ക് പുറത്ത് ജീവനുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം. അതുകൊണ്ട് ലോകം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയാണ് എന്നുള്ള ധാരണ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലോകാവസാനത്തിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. കാരണം ലോകാവസാനം എന്ന് പറഞ്ഞാൽ ലോകങ്ങളുടെ മുഴുവൻ അവസാനമാണ്, പ്രപഞ്ചത്തിന്റെ മുഴുവൻ അവസാനമാണ്, അണ്ഡകടാഹത്തിന്റെ മുഴുവൻ അന്ത്യമാണ്. ഈ കാണുന്ന ഒരു ഭൂമിയുടെയോ ഈ കാണുന്ന നാം കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെയോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ മാത്രം അന്ത്യമല്ല, മുഴുവനാണ്. ഈ വെള്ളം തിളക്കാൻ ആവശ്യമായ ചൂടുള്ളയിടത്ത് ജീവിക്കുന്ന ജീവികളുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ തീയുടെ ജ്വാലയിൽ നിന്നാണ് നാം ജിന്നിനെ സൃഷ്ടിച്ചത് എന്ന ഖുർആന്റെ വാക്യം കൂട്ടത്തിൽ ഓർക്കണം. തീയെന്നുണ്ടാക്കിയൊരു സാധനം ഉണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥാണ് ഖുർആൻ, അതാണ് ജിന്ന്. ഇവിടെ പറയുന്നത് ഏകദേശം സംഗതി തന്നെയാ. വെള്ളം തിളക്കാൻ ആവശ്യമായ ചൂടുള്ളയിടത്ത് ജീവിക്കാൻ കഴിയുന്ന ജീവികളുണ്ട് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഭൂമിയുടെ നാശത്തിലേക്ക് പ്രവേശിക്കാം. ഖിയാമത്ത് നാൾ ഉണ്ടാകാൻ പോണ ഒരു സംഗതിയാണ് ഭൂമിയുടെ നാശം. അതിനെക്കുറിച്ച് ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഏതാനും സാമ്പിളുകൾ പരിശോധിച്ചിട്ട് നമുക്ക് സയൻസിന് അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് ആലോചിക്കാം. ഈ സയൻസ് പറയുന്ന മാതിരിയാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവാന്നൊന്നും അല്ല ഈ ചർച്ചയുടെ ഉദ്ദേശം. ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ മാതിരിയാണ്. പിന്നെ ഈ ചർച്ചയുടെ ഉദ്ദേശം എന്താണ്? ഈ ചർച്ചയുടെ ഉദ്ദേശം ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന്, പ്രപഞ്ചത്തിനൊരു അന്ത്യമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കെട്ടുകഥയാണ് എന്ന് ഇന്നലെ വരെ പറഞ്ഞിരുന്ന സയൻസ് ഇപ്പൊ ലോകത്തിനൊരു അന്ത്യമുണ്ട് എന്ന് അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തെളിയിക്കൽ മാത്രമാണ് എൻ്റെ ഈ ഉദ്ദേശം ഈ ചർച്ച കൊണ്ട്. അല്ലാതെ സയൻസിൽ പറയുന്ന മാതിരിയാണ് ലോകാവസാനം ഉണ്ടാവുക എന്നുള്ള തെറ്റിദ്ധാരണ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ട. ഖുർആനിൽ പറഞ്ഞ മാതിരി മാത്രമേ ലോകാവസാനം ഉണ്ടാവൂ. പിന്നെ സയൻസ് എന്തിനാ പറയണത്? ലോകത്തിന് അവസാനമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ലോകത്തിന് അവസാനം ഉണ്ടെന്ന് അംഗീകരിക്കാൻ തുടങ്ങിയത് വലിയൊരു സംഭവമാണ്. അത് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ വാദഗതിയെ തത്വത്തിൽ ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്നു എന്നതിന് സമമാണ്. അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഭൂമിയുടെ നാശത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമുക്കൊക്കെ വളരെ പരിചയമുള്ള നമസ്കാരത്തിൽ നമ്മൾ ഇടക്കിടക്ക് ഓതാറുള്ള ആ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അഷ്താതൻ ലിയുറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഭൂമി അതിന്റെ കിടുകിടാ കിലുക്കം കിലുങ്ങുന്ന നേരം ഖുർആൻ പറയുകയാണ്. ആ വാക്ക് തന്നെയുണ്ട് ആ കിലുക്കത്തിന്റെയും കുലുക്കത്തിന്റെയും ഒരു ഒച്ച, ഒരു സ്വഭാവം. അത് ഖുർആന്റെ ശൈലിയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി കുലുങ്ങിപ്പോയി തോന്നിപ്പോവും. അതാണ് ഖുർആന്റെ ശൈലി. ലോകത്തൊരു ഗ്രന്ഥത്തിനില്ലാത്തൊരു സ്റ്റൈലാണത്. പറച്ചില് തന്നെ ഭൂമി കുലുങ്ങിപ്പോയി. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി അതിന്റെ കുലുക്കം കുലുങ്ങുന്ന നേരം. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിന്റെ അകത്തുള്ള ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുന്ന നേരം. വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യൻ പറഞ്ഞു പോവുകയാണ്, ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു, എന്തൊരു കുലുക്കമാണിത്, എന്തൊരു അത്ഭുതമാണിത്, എന്തൊരു പുതുമയാണിത്. മനുഷ്യൻ പറഞ്ഞു പോണ നേരം, നന്മതിന്മകൾ കണക്കാക്കപ്പെടുന്ന നേരം, ഖിയാമത്ത് നാളിന്റെ ഭീകരത അല്ലാഹു വരച്ചു കാണിക്കുകയാണ്. ഇനി ഈ ഭൂമിയിൽ മുമ്പും ചെറിയ തോതിലുള്ള പല നാശങ്ങളും കെടുതികളും ഉണ്ടായിട്ടുണ്ടെന്നാണ് സയൻസ് പറയുന്നത്. ചെറിയ തോതിലുള്ള ഭൂമിയുടെ അന്ത്യം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരന്ത്യം വരാൻ പോണ അന്ത്യം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. 200 മില്യൺ വർഷങ്ങൾക്കിടയിൽ 5 തവണ ഭൂമി നശിച്ചിട്ടുണ്ടെന്നാണ് സയൻസ് പറയുന്നത്. 200 മില്യൺ വർഷങ്ങൾക്കിടയിൽ 5 തവണ ഭൂമി നശിച്ചിട്ടുണ്ട്. 26 മില്യൺ വർഷങ്ങൾക്കിടയിൽ ഒരു വാൽ നക്ഷത്രം വന്ന് ഭൂമിയെ ഇടിക്കും. 26 മില്യൺ, ഒരുപാട് കാലാണിത്.
വർഷങ്ങൾക്കിടയിൽ ഒരു വാൽ നക്ഷത്രം വന്ന് ഭൂമിയെ ഇടിക്കും. സയൻസിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ജീവിയെ പറ്റി പഠിക്കാറുണ്ട്. അതിൻ്റെ പേര് ഡിനോസർ എന്നാണ്. ആരും അതിനെ കണ്ടിട്ടില്ല, അതിൻ്റെ ചിത്രം മാത്രമേ എന്നുള്ളൂ. ഭൂമിയിൽ ഉണ്ടായിരുന്നൊരു ജീവിയാണ് ഡിനോസർ. വലിയ പെരുത്ത ജീവിയാണ്, ആനയേക്കാളൊക്കെ വലിപ്പമുള്ള അങ്ങനെ ഒരു സാധനം ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ്. ഇന്നത് എവിടെയില്ല. അതിൻ്റെ തലമുറയിൽപ്പെട്ടൊരു ചെറിയ സാധനം പോലും ജീവിച്ചിരിപ്പില്ല. ആ വർഗം ഈ ഭൂമുഖത്ത് നിന്ന് പറ്റപ്പോയി. അതിൻ്റെ ചിത്രങ്ങൾ കാണാം മ്യൂസിയങ്ങളിലൊക്കെ, പുസ്തകങ്ങളിലും കാണാം. എങ്ങനെയാണ് ഡിനോസർ പോയത് എന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത്, ഒരു വമ്പിച്ച കെടുതി ഭൂമിയിൽ ഉണ്ടായി എന്നാണ്. പുക, ചൂട് വർദ്ധിച്ചു, എന്തെന്നില്ലാത്ത പുകയുണ്ടായി. നാനാ ദിക്കിൽ നിന്നും അപകടങ്ങൾ ഭൂമിയെ വലയം ചെയ്തു. നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു ചെറിയ ഖിയാമത്ത് നാൾ, ഒരു ചെറിയ ഖിയാമത്ത് നാൾ, വരാൻ പോകുന്ന വലിയ ഖിയാമത്ത് നാളിന്റെ സൂചനയായ ഒരു ചെറിയ ഖിയാമത്ത് നാൾ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ചില ജീവികൾ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി പോയി. അപ്പൊ ഇനി ഉണ്ടാകാൻ പോണ വലിയ ഖിയാമത്ത് നാളിൽ എല്ലാ ജീവികളും പോകുന്നു വിശ്വസിക്കാൻ എന്താ കൂട്ടരെ നിങ്ങൾക്ക് മടി? ഡിനോസറിനെ പോലെയുള്ള ജീവികൾ ഈ ഭൂമുഖത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണം ചെറിയ തോതിലുള്ള അന്ത്യങ്ങളാണ്, ചെറിയ തോതിലുള്ള കെടുതികളാണ്, ചെറിയ തോതിലുള്ള ലോകാവസാനങ്ങളാണ്. എങ്കിൽ പിന്നെ വലിയ ഒരു ലോകാവസാനം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള ജീവികളും അസ്തമിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഭൂമിയുടെ നാശത്തെക്കുറിച്ച് സയൻസ് എന്ത് പറയുന്നു നോക്കാം. ഖുർആൻ ഒരുപാട് പറയുന്നുണ്ട്. ബാക്കി ആയത്തുകളൊന്നും ഞാൻ ഓതിയിട്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല, അവിടെ തന്നെ ഒരുപാടുണ്ട്. സമയം ചുരുക്കാൻ വേണ്ടി ചർച്ചയിൽ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറയാണ്. സയൻസ് പറയുന്നത് ഭൂമിയുടെ നാശത്തിന്റെ ഉത്തരവാദി സൂര്യനാണെന്നാണ്. ഭൂമി സ്വയം നശിക്കല്ല ചെയ്യുക, സൂര്യൻ ഭൂമിയെ നശിപ്പിക്കും. അതെങ്ങനെയാണ്? സൂര്യൻ ഭൂമിയോട് അടുക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ഭൂമി സൂര്യനിലേക്ക് അടുക്കും. രണ്ടാണെങ്കിലും വാഴ മുള്ളുമ്മ വീണാലും മുള്ള് വാഴമ്മ വീണാലും കേട് വാഴക്ക് എന്ന് പറഞ്ഞ മാതിരി സൂര്യൻ ഇങ്ങോട്ട് വന്നാലും ഭൂമി അങ്ങോട്ട് പോയാലും കേട് ഭൂമിക്കാണ്. അങ്ങനെയാണ് ഭൂമിയുടെ തകർച്ചയുണ്ടാവുക എന്ന് ശാസ്ത്രം പറയുന്നു. ഉദാഹരണമായി സൂര്യൻ ഭൂമിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, സൂര്യൻ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ വലുതാവുകയാണെന്നാണ് സയൻസ് പറയുന്നത്. സൂര്യൻ വലുതാവുകയാണ്, സ്വയം വികസിക്കുകയാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന്മാരെ ഒരു തീക്കുണ്ടാരമാണ്. നമ്മൾ ഈ കാണുന്ന മാതിരി ചുവന്ന കാണാൻ രസമുള്ള ഗോളമൊന്നുമല്ല, തീക്കുണ്ടാരമാണ്. തീപ്പെട്ടി ഉരസുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് തീപ്പൊരി വരുന്ന മാതിരി വൻ രൂപമുള്ള തീജ്വാലകൾ സൂര്യനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അത് നമ്മൾ കാണാത്തത് ദൂരം അത്ര കൂടുതലുള്ളതുകൊണ്ടാണ്. എത്രയോ ദൂരത്താണ് സൂര്യൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് ഇവിടെ പറക്കാൻ കഴിയില്ല ചൂടുകൊണ്ട്. ഈ സൂര്യൻ ഭൂമിയുടെ അടുത്തേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? സൂര്യൻ നശിപ്പിക്കുമെന്ന സിദ്ധാന്തം, അല്ലെങ്കിൽ 2-3 ബില്യൺ വർഷങ്ങൾക്കിടയിൽ ഭൂമി മരിക്കാൻ പോവാണ്. ഇതൊക്കെ എത്ര രസകരമാണ് എൻ്റെ യുവ സഹോദര. പരിശുദ്ധ ഖുർആൻ ഒരു ഖിയാമത്ത് നാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലോകം അവസാനിക്കാതെ ഇങ്ങനെ തന്നെ നിലകൊള്ളുമെന്ന് പറഞ്ഞ സയൻസാണ് പറയുന്നത്. ഒന്നുകിൽ സൂര്യൻ ഭൂമിയെ നശിപ്പിക്കും, അല്ലെങ്കിൽ ഭൂമി സ്വയം നശിക്കാൻ പോവുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിൻ്റെ അസ്തിത്വം മാത്രം ബാക്കിയാകും, ബാക്കിയെല്ലാം നശിക്കുമെന്ന് സൂറത്തുർ റഹ്മാനിൽ റഹ്മാനായ റബ്ബ് വളരെ വിഖണ്ഡിതമായി പറഞ്ഞ കാര്യം ആധുനിക ശാസ്ത്രം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. 2-3 ബില്യൺ വർഷങ്ങൾക്കിടയിൽ നശിക്കും സയൻസ്, അല്ലെങ്കിൽ പെട്ടെന്നുമാവാം, ഇത്ര വർഷങ്ങൾ വേണ്ടതില്ല എന്ന് പറയുന്നു. പല സിദ്ധാന്തങ്ങളുണ്ട്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു പോവാണ് സയൻസിന്റെ സിദ്ധാന്തങ്ങൾ ഭൂമിയുടെ തകർച്ചയെ പറ്റി. 2 ഇപ്പോൾ പറഞ്ഞത്. ഒന്നുകിൽ സൂര്യൻ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഭൂമി സ്വമേധയാ മരിക്കുക. മറ്റൊരു സിദ്ധാന്തം ഭൂമി ചെന്ന് സൂര്യനിൽ വീഴും. ഭൂമി അങ്ങോട്ട് ചെന്നിട്ട് സൂര്യനിൽ വീഴുക. അപ്പൊ എന്താ സംഭവിക്കുക? കത്തിക്കരിഞ്ഞു പോകും. തീജ്വാലകൾ അടങ്ങിയ സൂര്യനിൽ ചെന്ന് ഭൂമി വീണാൽ കത്തിക്കരിഞ്ഞു പോകും. വേറെ ഒന്ന് ബോംബ് പൊട്ടുന്ന പോലെ ഭൂമി അങ്ങ് പൊട്ടിപ്പോകും. സയൻസ് പറയാണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിൻ്റെ കിലുക്കം കുലുങ്ങിക്കൊണ്ട് പൊട്ടിപ്പിളരുന്ന നേരം, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ അകത്തുള്ള ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുന്ന നേരം. ബോംബ് പൊട്ടുന്ന മാതിരി തന്നെ ഉണ്ടാവും. അത് അകത്തുള്ള ഭാരം പുറത്തേക്ക് തള്ളുക, പൊട്ടിത്തെറിക്കുക എന്ന് ഖുർആൻ പറയണോ? സയൻസ് പറയണത് ഒന്നുകിൽ ഭൂമി ബോംബ് പോലെ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. അതിനെന്താ കാരണം എന്ന് സയൻസ് പറയുന്നുണ്ട്. ഭൂമിക്കകത്ത് ലാവ ഉണ്ട്, തിളച്ചുകൊണ്ടിരിക്കുന്ന ലാവ ഭൂമിയുടെ അടിയിലുള്ളിൽ. ഈ ലാവ പുറത്തേക്ക് വന്നാൽ ഭൂമി ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കാനിരിക്കുകയാണ്. ആ ലാവ പുറത്തേക്ക് ഒഴുകും, ഏറ്റവും ചൂടുള്ള അഗ്നിജ്വാല പോലെ ചൂടുള്ള ലാവ. മറ്റൊരു സിദ്ധാന്തം, ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ വലുതാവുക, ഭൂമി ചുരുങ്ങുക. എൻ്റെ സഹോദരന്മാർ ആലോചിക്കണം, ഭൂമി ചെറുതാവുകയാണെന്നാണ് സയൻസ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ 14 മുമ്പ് പറഞ്ഞു, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ
ഭൂമി അതിൻ്റെ നാനാഭാഗത്തു നിന്നും നാം ചുരുക്കിക്കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിച്ചിരിക്കുകയാണ്. 14 മുമ്പ് സയൻസ് പഠിക്കാത്ത ആമിന ബീവിയുടെ മുത്തുമോൻ, ഒരു കോളേജിന്റെ ഗേറ്റും കാണാത്ത പ്രവാചക തിരുമേനി, ഒരു ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാത്ത പ്രവാചകൻ, ആകാശഗോളം കാണാൻ ഒരു ബൈനോക്കുലർ പോലും വെച്ച് നോക്കാൻ അവസരം ലഭിക്കാത്ത പരിശുദ്ധ പ്രവാചക തിരുമേനി ലോകത്തിന് ഓതി കേൾപ്പിച്ച ഖുർആനിൽ പറയുകയാണ്, ഭൂമിയെ നാനാഭാഗത്ത് നിന്ന് നാം ചുരുക്കിക്കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നാം ഭൂമിയെ ചുരുക്കുകയാണ്. ഈ ആയത്തിന് 2 രീതിയിൽ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഒന്ന്, ഭൂമി ചുരുങ്ങുകയാണ് എന്ന രീതിയിൽ. മറ്റൊന്ന്, ഇസ്ലാം ഭൂലോകത്ത് വ്യാപിക്കുകയാണ്. ഭൂമിയുടെ വലിപ്പം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം വ്യാപിക്കുക. അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. ഭൂമി ചുരുങ്ങുകയാണെന്ന് ഖുർആൻ. ഭൂമി ചുരുങ്ങുകയാണെന്നുള്ളതിനെ കുറിച്ച് സയൻസ് എന്ത് പറയുന്നു? സയൻസ് പറയുന്നത് ഭൂമിക്ക് ഇതിൻ്റെ 100 ഇരട്ടി വലിപ്പം ഉണ്ടായിരുന്നു എന്നാണ്. അള്ളാഹു സത്യം പറഞ്ഞിട്ടുള്ളൂ. ഭൂമിക്ക് ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടി വലിപ്പം മുമ്പുണ്ടായിരുന്നു. ആകർഷണ ശക്തി ഇന്നുള്ളതിനേക്കാൾ ഭൂമിക്ക് കൂടുതലായിരുന്നു. ആ ആകർഷണ ശക്തി ഇന്ന് കുറയാനുണ്ടായ കാരണം ഭൂമിക്കകത്തുള്ള വോളറ്റൈൽ മാറ്റർ നഷ്ടപ്പെട്ടതാണ്. അത് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഞാനത് കൂടുതൽ വിശദീകരിക്കാൻ നിന്നിട്ട് സമയം കളയുന്നില്ല. അതൊക്കെ പറഞ്ഞു പോവാണ്. ശാസ്ത്ര ഗ്രൂപ്പ് എടുത്തിട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വോളറ്റൈൽ മാറ്റർ എന്താണെന്ന് മനസ്സിലാവും. വോളറ്റൈൽ മാറ്റർ ഭൂമിക്കകത്തുള്ളതാണ്. അത് ചുരുങ്ങിപ്പോകുന്നു, ഭൂമി ചുരുങ്ങുന്നു. റേഡിയോ ആക്റ്റീവ് ഹീറ്റ്, ഭൂമിക്കകത്തുള്ള റേഡിയോ ആക്റ്റീവ് ഹീറ്റ്, അതിൻ്റെ പ്രവർത്തനവും ഭൂമിയെ ചുരുക്കുന്നതിൽ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഒരു ശാസ്ത്ര സിദ്ധാന്തം ഭൂമിയുടെ തകർച്ചയെക്കുറിച്ചുള്ളത് ഇപ്പോൾ പലതായി. ഒന്നുകിൽ ഭൂമി സ്വയം നശിക്കുക, അല്ലെങ്കിൽ സൂര്യൻ നശിപ്പിക്കുക, അല്ലെങ്കിൽ സൂര്യനിൽ ചെന്ന് വീഴുക, അല്ലെങ്കിൽ സ്വയം ബോംബ് പൊട്ടുന്ന മാതിരി പൊട്ടുക. ഇനി ഇതൊന്നും അല്ലാത്തൊരു അഭിപ്രായം സയൻസ് പറയുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഭൂമി ഇന്നൊരു ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ ഈ ഭ്രമണപഥത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിക്കുക മതി അപകടം ഉണ്ടാവാൻ. ഒരു റൂട്ടിൽ കൂടി പോണ വണ്ടിയെ റോട്ടിൽ വന്ന് തെറ്റിച്ചാൽ വണ്ടി പോയി മുട്ടൂലേ? ഭൂമി ഇന്ന് അതിൻ്റെ റൂട്ടിലൂടെ സൂര്യന് ചുറ്റും വലയം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയെ അതിൻ്റെ റൂട്ടിൽ നിന്ന് തെറ്റിക്കാൻ ഏതെങ്കിലും ഒരു ഗോളം വന്ന് കൂട്ടിയിടിച്ചാൽ അതോടെ ഭൂമി നശിച്ചു പോകുമെന്ന് സയൻസ് പറയുന്നു.